ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ നിർണായകമായ 15 ദിവസത്തെക്കുറിച്ചാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നമ്മളോട് ഡോക്ടേഴ്സ് പറയുന്നത് 15ാമത്തെ ദിവസം ബീറ്റ HCG ചെക്ക് ചെയ്യാനല്ലേ. അപ്പോൾ ആ 15 ദിവസം എന്ന് പറയുന്നത് വളരെയേറെ നിർണായകമായ ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ IVF സംബന്ധമായി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ, ബിഫോർ എംബ്രിയോ ട്രാൻസ്ഫർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം. എൻ്റെ രണ്ടാമത്തെ IVF ആയിരുന്നു സക്സസ് ആയത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ IVFന് ശേഷം ഞാൻ നമ്മുടെ സബീൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. കൂടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. 15 ദിവസം അതിനുശേഷം 15ാമത്തെ ദിവസം ബീറ്റ HCG റിസൾട്ടിൽ ഒരു 42 പോയിൻ്റ് അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ റിസൾട്ട്. എന്തായാലും നെഗറ്റീവ് ആയിരുന്നല്ലോ. അപ്പോൾ പിന്നീട് ഞങ്ങൾ രണ്ടാമത്തെ IVFൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ആയിരുന്നു പോയത്. എൻ്റെ കൂടെ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിലേക്ക് വരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ പയ്യന്നൂർ അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് മൂവാറ്റുപുഴയിലേക്ക് പോവുക ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഒരുപാട് മണിക്കൂറുകളുണ്ടല്ലോ. അപ്പോൾ IVFന് ശേഷം ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ആദ്യം ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞങ്ങൾ വരണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരാമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ സംശയമാണല്ലേ, നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം യാത്ര ചെയ്യാൻ പറ്റുമോ, എങ്ങനെ യാത്ര ചെയ്യണം, എന്ത് വാഹനം നമ്മൾ ഉപയോഗിക്കണം, അതിനെക്കുറിച്ചല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നോർമൽ ലൈഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകുക എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം 48 hours എങ്കിലും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന സമയമാണ് മുന്നോട്ടുള്ളത്. അപ്പോൾ മിനിമം 48 മണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക. അതായത് ട്രാവൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ്. ട്രാവൽ ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറയുമ്പം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ആണ് നമ്മൾ ഹോസ്പിറ്റലും നമ്മുടെ വീടും എന്നുള്ള ഒരു ട്രാവലിംഗ് ടൈം എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോവുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ അതിലും ആവശ്യമുണ്ട്. കൂടുതലായിട്ടും ഒന്നെങ്കിൽ ട്രെയിന് അല്ലെങ്കിൽ കാറ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ സ്വന്തമായി കാറിലാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു നിശ്ചിത പരിധി അല്ലെങ്കിൽ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സൈഡിൽ ഒതുക്കി നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരം അല്ലെങ്കിൽ 2 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് വിശ്രമ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം അല്ലേ. അതേസമയം ബസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അതേസമയം ട്രെയിനാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതായത് ബസ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ലതാണ് ട്രെയിന്. കാരണം അത്യാവശ്യം നമുക്ക് വാക്കിംഗ് സ്പേസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോകാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതും നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാറാണെങ്കിൽ നമുക്ക് അത്രമാത്രം പേടിക്കേണ്ടതില്ല. കാരണം 1 കൂടുതൽ അല്ലെങ്കിൽ 2 കൂടുതലാണ് ഒന്നും ആളുകൾ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ഒരു ആരോഗ്യപരമായൊരു അന്തരീക്ഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ട്രെയിനാണെങ്കിൽ നമുക്ക് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വരുന്നതായതുകൊണ്ട് തന്നെ നമുക്കൊരു ആരോഗ്യപ്രദമായ ഒരു അന്തരീക്ഷമായിരിക്കില്ല ഉണ്ടാവുക. അപ്പം അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ട്രെയിൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്ന് പറയുന്നത് ഒരു 10-12 മണിക്കൂറെല്ലാം ഉണ്ട് നമ്മുടെ വീട്ടിലേക്കെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 48 മണിക്കൂറെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത റൂമുകളിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഒരു 2 ദിവസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ റെസ്റ്റ് വേണ്ട സമയമാണ്. മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണ്ട സമയമാണ്. മാത്രമല്ല നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം മെഡിസിൻ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സമയമാണിത്. അപ്പോൾ ചിലർക്ക് ട്രാവൽ ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും ഒരു ഫുഡ് പോയ്സണിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ തലവേദന പോലുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കരുത്. 48 hours മിനിമം നിങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ദൂരയാത്രയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് യൂറിൻ ഒരിക്കലും നമ്മൾ പിടിച്ചു നിർത്താൻ പാടില്ല ഈ സമയത്ത്. അപ്പം ദൂരയാത്ര ചെയ്യുമ്പം അതൊരു വലിയ പ്രശ്നമാണല്ലേ. ഒന്നത് നമ്മളെ പബ്ലിക് ടോയ്ലറ്റുകളെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളത് യൂറിൻ പാസ് ചെയ്യാതിരിക്കുക എന്നുള്ളതും അതിലേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മറ്റ് മെഡിസിൻ എടുക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് വരും. അതൊരു ഒട്ടും നല്ലതല്ല ഈ സമയത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം നല്ലൊരു കരുതൽ വേണ്ട ഒരു സമയമാണ് ഈ ഇംപ്ലാന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്.
മറ്റൊരു കാര്യം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ യൂറിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറയ്ക്കും അല്ലേ. അതും വളരെയേറെ മോശം ചെയ്യുന്ന ഒന്നാണ്. കാരണം നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൂത്രമൊഴിക്കണം എന്ന് പേടിച്ചിട്ട് ഒരിക്കലും വെള്ളം കുടിക്കാതിരിക്കരുത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 15 ദിവസം അല്ലെങ്കിൽ ഈ എംബ്രിയോട്രാൻസ്ഫറിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്ട്രെസ്സോ അങ്ങനെയുള്ള ആൻസൈറ്റി ഒന്നും പാടില്ല. അതൊക്കെ നമുക്ക് ഇംപ്ലാന്റേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. നിങ്ങൾ ആ കുറച്ച് ദിവസങ്ങളിൽ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആകാൻ ശ്രമിക്കുക. ഒരേ ബെഡ് റെസ്റ്റോ അല്ലെങ്കിൽ ഒരേ കിടപ്പോ കിടക്കാതെ നമ്മൾ എന്തെങ്കിലും പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സമയം ടി വി കാണണം എന്ന് ഞാൻ പറയില്ല, കാരണം ഒരേ സമയം നമ്മൾ കിടന്നോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടെല്ലാം അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് നമ്മുടെ ടെൻഷനും വറീസും ആൻസൈറ്റിയെല്ലാം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം അതെല്ലാം വളരെയേറെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ ഇംപ്ലാന്റേഷനെ വേണ്ടിയിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറഞ്ഞത് ഈ 15 ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് നേരം സെൽഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രമേ നിങ്ങൾ സെൽഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. സയൻറ്റിഫിക്കായിട്ട് ഇത് തെളിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചില പഠനങ്ങളെല്ലാം ഇത് പ്രഗ്നൻറ്റ് ലേഡീസും ചെറിയ കുട്ടികളിൽ നിന്നെല്ലാം സെൽഫോൺ മാറ്റണം എന്നുള്ളത് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനെല്ലാം ഒരു 4 മാസത്തോളം എല്ലാം സെൽഫോൺ ഒരുപാട് ഉപയോഗം കുറച്ചിരുന്നു ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് നല്ല കോമഡി സിനിമകളും അല്ലെങ്കിൽ പാട്ടുകളും അതെല്ലാം ഞാനിങ്ങനെ മുന്നേ ഫോണിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെപ്പിച്ചിട്ട് ഞാൻ ഫ്ലൈറ്റ് മോഡ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ദൂരെയെല്ലാം വെച്ച് ഇങ്ങനെ കാണുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മാത്രമല്ല കുറച്ച് ബുക്സെല്ലാം ഞാൻ വായനശാലകളിൽ നിന്നെല്ലാം ഒരുപാട് ബുക്കുകളെല്ലാം എടുത്തു വെച്ച് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ സെൽഫോണിൻ്റെ ഉപയോഗം നിങ്ങൾ കുറച്ച് കുറയ്ക്കണേ. അപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് വെജൈനൽ ഡിസ്ചാർജുകളെല്ലാം നോർമലാണ്. നിങ്ങൾ അത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ചെറിയ സ്പോട്ടിങ്ങും ചെറിയ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ വെജൈനൽ കുറച്ച് മെഡിസിൻസെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ഡിസ്ചാർജുകളെല്ലാം ഉണ്ടാവും. നോർമലാണ് അതെല്ലാം. അതിൻ്റെ എല്ലാം കളറും അതിൻ്റെ ടെസ്റ്റുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അബ്നോർമലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കുറച്ച് നോർമലാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ 15 ദിവസം എന്ന് പറയുന്നത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല അതായത് ഞാൻ അതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എന്തെല്ലാം കഴിക്കണം എന്തെല്ലാം കഴിക്കരുത് എന്നുള്ളതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. മെഡിസിൻ എല്ലാം കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. നല്ല മനസ്സും നല്ല ശാന്തമായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംശയം മാറിയില്ല അല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.